മുന്നേ ലൈവിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. പുറത്തുനിന്ന് വന്നവർ അക്ബറിന് പറഞ്ഞു കൊടുക്കുന്ന ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള കാര്യം. എനിക്കെന്തോ പാവം തോന്നി. പക്ഷേ സത്യം കള്ളം നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മിക്സ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ വിഷയം എന്നുള്ളത് ഞാൻ പറയാം. ആ ലൈവിൽ നടന്ന കോൺവെർസേഷൻസ് പറയാം. ആര്യൻ, ബിന്നി, അപ്പാനി, അക്ബർ, ഇവർ 4 പേരുമാണ്. ഇവരുടെ കോൺവെർസേഷനിലേക്ക് ജിസയിൽ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് സീൻ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഷാനവാസ് ഒരു പച്ചക്കള്ളം പറഞ്ഞോ, ഷാനവാസ് അഭിനയിച്ചോ, ബിഗ് ബോസ് ഷാനവാസിനൊപ്പം നിന്നോ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് തോന്നും. എനിവേ, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഷാനവാസിന്റെ നെഞ്ചത്തേക്ക് ആ ഒരു പാലിന്റെ കവർ എടുത്ത് എറിഞ്ഞ് നെവിനൊരു വിഷയം ഉണ്ടാക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ ഷാനവാസ് തളർന്ന് കണക്ക് വീഴുന്നു, വിയർക്കുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയോ അത് വോയിസിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഈ പറയുന്ന കണക്ക് ഏഷ്യാനെറ്റ് അതെനിക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചതാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന, നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആ സമയം തൊട്ട് തന്നെ ഷാനവാസ് ഒരു സീരിയൽ നടനാണ് എന്നൊക്കെ പറയുന്ന കണക്ക് ഷാനവാസിന് പെട്ടെന്ന് കരഞ്ഞ് അഭിനയിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുന്ന നടനാണ് എന്നൊക്കെ പറഞ്ഞ് അന്നും നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോ ബിന്നി ഒരു ഡോക്ടറാണ്. അപ്പൊ ബിന്നിയും ആര്യനും ഒക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് അക്ബറിന് പറഞ്ഞു കൊടുക്കുന്ന, അക്ബറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാലിന്റെ കവർ, അതും ഒരു ഫുൾ കവറൊന്നും അല്ല, അതെടുത്ത് എറിയുമ്പോൾ തന്നെ ഷാനവാസ് അത്രയും വീക്കായി വീഴുന്നുണ്ട്. അത് സ്ട്രെസ് കൂടിയിട്ടായിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ അക്ബർ പറയുന്നുണ്ട്, ഇല്ലടാ അങ്ങനെയല്ലടാ, സ്ട്രെസ് കൂടിയിട്ടല്ല, ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് പോയതാണ്, അത് വന്ന് വീണ് അവിടെ ഇപ്പോഴും നീരടിച്ച് കിടപ്പുണ്ട്, അതെന്തോ സ്റ്റെമ്മിനകത്ത് കൊണ്ടു, അത് അത്രയും ഹാർട്ടിലാണ് എന്ന് ഇങ്ങനെ അക്ബർ പറയുകയാണ്. അക്ബറിനോട് ഷാനവാസ് റിവീൽ ചെയ്ത കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സ്കിന്നുണ്ട്, സ്കിന്നിനകത്ത് റിബ്സ് ഉണ്ട്, റിബ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ബോൺ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ എല്ലാം എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുകയാണ് ഹാർട്ട്. അപ്പൊ ഈ ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഇതെടുത്ത് എറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു ദിവസം ലാലേട്ടൻ വന്നതിന് ശേഷം ഷാനവാസ് തിരിച്ചു വന്നിട്ട് തിങ്കളാഴ്ച തൊട്ടുള്ള ഒരു ഗെയിം വരുമല്ലോ. അപ്പം ആ ആഴ്ചയാണ് ആര്യൻ എവിക്റ്റ് ആയത്. അപ്പൊ ആര്യൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് ആകെ ഷോക്കിംഗ് ആയി പോയി, ഷാനവാസുക്കാക്ക് ഈ സംഭവിച്ച ആ ഒരു ദിവസം ഞാൻ എവിക്റ്റ് ആയി പോകുന്നു, അപ്പൊ ഞാൻ ഇത് കാരണം എനിക്ക് ഭയങ്കര ഉറങ്ങാൻ പോലും പറ്റിയില്ല, ഞാൻ ചെന്നുടനെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആര്യൻ കുറച്ച് ഇത് പറയുന്നുണ്ട്. കാരണം അത് ആര്യൻ എന്നല്ല, അത് ആരാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആഴ്ച സംഭവിച്ചത് വെച്ചാണോ? മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു, ഈ ആഴ്ചത്തത് വെച്ചിട്ടല്ല, മൊത്തത്തിലുള്ള ഒരു കാര്യം നോക്കിയിട്ടാണ് ഓഡിയൻസ് വോട്ട് തരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യന്റെ ആ ഒരു എവിക്ഷൻ നടന്ന സമയത്ത്. പിന്നെ ആര്യനോട് എടുത്തു പറയുന്നുണ്ട്, ഒരു ബ്രില്യൻ ഗെയിമർ ആണ് ആര്യൻ, അത് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആര്യന് സ്വാഭാവികമായിട്ടും ആ ഒരു സീൻ അത് മനസ്സിൽ നിന്ന് മാറത്തില്ല. കാരണം ആ ഒരു ആഴ്ച, ആ ഒരു മറ്റേ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഷാനവാസൊക്കെ വന്നതേ ഉള്ളൂ, അതപ്പോഴത്തേക്കും ആര്യൻ എവിക്റ്റ് ആയി പോയി. പക്ഷെ പുറത്തിറങ്ങിയതിനു ശേഷം ആര്യൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടപ്പോൾ ആര്യന് തോന്നിയെന്ന് വെച്ചാൽ, തൊട്ടടുത്ത ദിവസം തൊട്ട് അടുത്ത ടാസ്ക് വരുന്നു, ബലൂൺ പൊട്ടിക്കുന്ന ടാസ്കിനകത്തൊക്കെ ഷാനവാസ് ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നു, ചാടി പൊട്ടിക്കുന്നു, മറ്റേ അനീഷുമായിട്ട് വഴക്കൊക്കെ ഇട്ട് ഭയങ്കര ചില്ലാക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആര്യൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിന്നി എഗെയിൻ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അത് സെന്റിമെന്റൽ ആയിട്ട് യൂസ് ചെയ്തതാണ് എന്നുള്ളൊരു രീതിയിലേക്ക് ബിന്നി അത് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. കാരണം വെച്ചാൽ ബിന്നിക്ക് ഓൾറെഡി ഷാനവാസിന്റെ അടുത്ത് ഈ സെയിം കാര്യം പറഞ്ഞിട്ടുള്ള ഒരു വഴക്ക് കിടപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുന്ന സമയത്ത് ബിന്നി ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ക്യാപ്റ്റൻസിയുടെ പേര് പറഞ്ഞിട്ട് ബിന്നിയെ ഒന്ന് കളിയാക്കിയതിന്റെ പേരിൽ, അത് ബിന്നിയുടെ ഭാഗത്താണ് അന്ന് ശരിയായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ബിന്നിനെ എപ്പോഴും ഇട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കളിയാക്കിയിരുന്നു. അപ്പൊ ബിന്നിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പൊ ബിന്നി ഇങ്ങനെ തമാശയ്ക്ക് മറ്റേ ഇവരെ ബാത്റൂമിൽ പോകാൻ സമ്മതിക്കാതെ അവിടെ എന്തോ തമാശ കാണിച്ചു. പക്ഷെ അതിന്റെ ദേഷ്യത്തിന് ആ കയ്യിൽ നിന്ന് മാവ് എടുത്ത് കുടയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നോമിനേഷൻ വന്നപ്പോഴത്തേക്കും ബിന്നി ഒരു ഡോക്ടറായിട്ട് പോലും വയ്യാത്ത, ആരോഗ്യം അത്ര ഓക്കെ അല്ലാത്ത ഷാനവാസിനെ ബാത്റൂമിൽ പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സെന്റിമെന്റ്സ് കാർഡ് അവിടെ ഇറക്കി എന്നുള്ള കാര്യം ബിന്നി അന്നേ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ബിന്നി എന്നിട്ടും അത് കൺസിഡർ ചെയ്തു, അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇപ്പൊ പോയി പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഷാനവാസ് എന്താണ്, ഒരു കാർഡ് ഇടക്കി കളിച്ചതാണ്, ഒരു ഹെൽത്ത് കാർഡ്, അല്ലെങ്കിൽ തനിക്ക് വയ്യ, തന്നോട് അത് കാരണം സ്ട്രെസ് ചെയ്യിപ്പിക്കരുത്, തനിക്ക് ടാസ്കിന് കുറച്ച് പരിഗണന തരണം, ഈ തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ബിന്നി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അവിടെ തോന്നി എനിക്ക്. അതല്ല, ബിന്നി പറഞ്ഞത് സത്യമാണോ? ഷാനവാസിന് അന്നേരം ഒന്നും സംഭവിച്ചില്ലേ?
അപ്പം അക്ബറും ആര്യനും പറയുന്നുണ്ട് ഈ ഒരു കാര്യം ദൈവത്തിനും ഷാനവാസിനും മാത്രമേ അറിയൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ബിഗ് ബോസിന്റെ ടീം വരുന്നു, ആരാണെങ്കിലും ശരി ബിഗ് ബോസ് ടീമിന് കൊണ്ടുപോയല്ലേ പറ്റൂ. അപ്പൊ ആ തരത്തിലും അവരുടെ ഒരു സംഭാഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഐ തിങ്ക് ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് വലിയൊരു ഫൈറ്റിന് നിന്നു കൊടുക്കാത്ത ഒരാൾ തന്നെയാണ്. അത് പല ടാസ്കിലും ഇപ്പം ഷാനവാസിന് പറ്റുന്ന ഒരു ടാസ്ക് ആണ്, നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ 100% കൊടുത്ത് ഷാനവാസ് അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും ഫൈറ്റും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഷാനവാസ് പിന്നോട്ട് മാറി നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ഹെൽത്തിന്റെ അന്ന് ആ ഒരു ഇഷ്യൂ വന്ന അത്രയും വലിയൊരു സീൻ ഉണ്ടായ നെവിൻ കുറ്റക്കാരനായ ഒരു ഇഷ്യൂവില് അന്ന് ഷാനവാസ് കാണിച്ചത് അഭിനയമാണെന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ആര്യനും ബിന്നിയും പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രമല്ല, അന്ന് ആ ഒരു കാര്യം ഷാനവാസൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടില്ലേ, അങ്ങനെ കോൺഫിഡൻസ് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഗെയിമോ ടാസ്കോ ഒന്നും ഇല്ല, ആകെ കൂടി ഉള്ളത് വോട്ടാണ്. അപ്പൊ ഷാനവാസിന്റെ വോട്ട് കുറയ്ക്കാനും ഈ പറയുന്ന ഒരു പ്രസ്താവനയ്ക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. അതുപോലെ തന്നെ അക്ബറും നെവിനും ഇതിനകത്ത് ഇപ്പം ആര്യൻ എവിക്റ്റായി, അക്ബറും നെവിനും ഇതിനകത്തൊരു പാർട്ടായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ ചിലപ്പം ബിന്നിയൊക്കെ കളിക്കുന്നുണ്ടായിരിക്കാം. ബിന്നിക്ക് നെവിൻ ജയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ബിന്നിയുടെ പേജിലൊക്കെ ഓൾവേസ് നെവിന് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കുന്നു, വോട്ടിന്റെ കുറച്ച് റിക്വസ്റ്റുകളും വോട്ട് ഫോർ നെവിനും ഒക്കെ കിടക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് അക്ബർ അല്ല നെവിനെയാണ് ബിന്നി സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ആ ഒരു ഷാനവാസിന്റെ വിഷയത്തിൽ അക്ബറും നെവിനും ഒരേ കണക്ക് വീക്കായി പോയിട്ടുണ്ട്. അപ്പൊ ആര്യൻ എവിക്റ്റ് ആവുകയും ചെയ്തു, അത് ആ വീക്കിലായിരുന്നു. അപ്പൊ ബാക്കി രണ്ടു പേർക്കും ഭയങ്കര ഡൗൺ ആക്കാൻ ഈ ഒരു ഇൻസിഡന്റ് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതും അവർ ലൈവിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുക. നമുക്ക് അറിയില്ല, ദൈവത്തിനും അവർ പറഞ്ഞ കണക്ക് ദൈവത്തിനും ഷാനവാസിനും പിന്നെ ബിഗ് ബോസിനും ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ നോക്കിയ ഡോക്ടറിനും അറിയായിരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. കൂടുതൽ അറിയില്ല. ഏതായാലും ശരി, ഷാനവാസ് വലിയ പൊട്ടിക്കൊന്നും പോകാതെ ഈ ആഴ്ച മാന്യമായിട്ടാണ് കൊണ്ടുപോയത്. ഓവറായിട്ട് വന്ന് കയറിയവരുടെ ഒന്നും തന്നെ ഒരു കാര്യവും കൂടുതൽ അറിയാൻ പോലും ചെന്നിരുന്ന് കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. സോ ഷാനവാസിന്റെ പാർട്ട് കുറച്ചധികം ഗുഡാണ് ഈ ഒരു ആഴ്ച. നിങ്ങളുടെ അഭിപ്രായം പറയുക. സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി ബൈ.